നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള നടപടി കടുപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വെള്ളിയാഴ്ച വീണ വിജയൻ ഉൾപ്പെടെ 9 പേർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ കൊച്ചി ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ശശിധരൻ കർത്തയും അതുപോലെ തന്നെ വീണ വിജയനും അടക്കമുള്ള 9 പേരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ ED നടപടികൾ വേഗത്തിലാക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത്. ഈ കേസിൽ 9 പേരെ ചോദ്യം ചെയ്യലിനായി ഒരു ദിവസം തന്നെ വിളിപ്പിക്കുമ്പോൾ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിന് സാധ്യതയില്ല എന്നും ED സൂചന നൽകുന്നുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ചോദ്യം ചെയ്യൽ. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാന പ്രതികളെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം നിരവധിയാണ്. മാസപ്പടി കേസിൽ ED അന്വേഷണം കഴിഞ്ഞ 2 വർഷമായി നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ്. 2024 ഈ കേസ് ആദ്യമായി ED രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കോടതിയുടെ ഇടപെടലുകൾ വരുന്നു. ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് ഹൈക്കോടതി ED അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന ഒരു ഉത്തരവ് നൽകിയത്. അതിനെ തുടർന്നാണ് റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളുമെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ കയ്യിൽ അറസ്റ്റിനാവശ്യമായ വ്യക്തമായ രേഖകളുണ്ട്. ചോദ്യം ചെയ്യലിൽ മൊഴി വൈരുദ്ധ്യങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതാണ് വെള്ളിയാഴ്ച വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാക്കുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് അറസ്റ്റിലേക്ക് നീങ്ങിയാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ എത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ കലാപം അഴിച്ചുവിടാൻ CPM ശ്രമിച്ചിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഒട്ടനവധി പ്രതികൾ ഇനിയും പിടികിട്ടാനുണ്ട്. മാത്രമല്ല, ഈ കേസിൽ ഒട്ടനവധി CPM പ്രവർത്തകർ കടുത്ത നിയമ നടപടികൾ നേരിടാൻ ഒരുങ്ങുകയുമാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയനെ ഇനിയും പാർട്ടി പ്രതിരോധിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ കേസിൽ നിർണായകമായ ഒരു ദിനമാണ് വെള്ളിയാഴ്ച എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാർട്ടി പതിയെ ഈ കേസിലുള്ള പ്രതികരണത്തിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇത് പിണറായി വിജയൻ പാർട്ടി അറിയാതെ വെട്ടി ഒതുക്കിയ സമ്പത്താണ്. ഇത് പാർട്ടിക്കാർക്കും ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിന്മേൽ ഇനി കടിച്ചു തൂങ്ങണ്ട എന്ന തീരുമാനമെടുത്തു എന്നാണ് രഹസ്യ സൂചന. കാരണം ഈ കേസിനെ നേരിടാൻ പാർട്ടി വലിയ ഗൃഹപാഠമൊന്നും ചെയ്തിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി അറിയാതെയുള്ള തട്ടിപ്പും വെട്ടിപ്പുമാണ്. അതുകൊണ്ട് തന്നെ കേസിനെ വേണ്ട വിധം പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല. സത്യത്തിൽ സഖാക്കൾ റെയ്ഡ് തടസ്സപ്പെടുത്തിയത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന പരിശോധനകളാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വിലപ്പെട്ട തെളിവുകൾ ലഭിച്ച റെയ്ഡ് നടന്നത് 2019 ജനുവരി മാസം 25-നാണ്. അന്ന് CMRLൻ്റെയും എക്സാലോജിക്കിൻ്റെയും കേന്ദ്രങ്ങളിൽ ആദായനികുതി വകുപ്പാണ് റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിലാണ് വലിയ മാസപ്പടിയും കുംഭകോണവുമാണിത് എന്ന രീതിയിലുള്ള തെളിവുകൾ ആദായനികുതി വകുപ്പിന് ലഭിക്കുന്നത്. ആദായനികുതി വകുപ്പ് അതിൻ്റെ റിപ്പോർട്ടിൽ, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ അക്കമിട്ട് ഈ ഒഫൻസ് എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ കൈക്കൂലി അല്ലെങ്കിൽ ഈ പറയുന്ന തുക 2.78 കോടി രൂപ അത് CMRLൻ്റെ യഥാർത്ഥ ചെലവല്ല. ചെലവ് പെരുപ്പിച്ച് കാണിക്കാനായി കാണിച്ചിരിക്കുന്നതാണ്. പണം മറ്റെന്തിനോ വേണ്ടിയിട്ടാണ് കൈമാറിയിരിക്കുന്നത്. പണം എത്തിയിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥ, ആ ഉടമസ്ഥയുടെ അച്ഛൻ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അഴിമതിയാകാനും അതുപോലെ തന്നെ കോഴയാകാനുമുള്ള സാധ്യതയുണ്ട് എന്ന് അന്ന് ആദായനികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തുകയും അവരുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ഉത്തരവ് ഒരു കോടതിയിലും അപ്പീൽ പോലും നൽകാൻ കഴിയാത്ത, ആർക്കും ചലഞ്ച് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ 2019 ജനുവരിയിലെ റെയ്ഡാണ് പിണറായി വിജയനെയും വീണ വിജയനെയും കുടുക്കിയത് എന്ന് തന്നെ പറയാം. പിണറായിയെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയത് ED അല്ല, മറിച്ച് ആദായനികുതി വകുപ്പാണ്. ഇനി ഈ കേസ് ആദായനികുതി വകുപ്പിൽ നിന്നും SFIOയ്ക്കും അതുപോലെ തന്നെ EDക്കും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് നിയമപരമായി ഉയർന്ന ചോദ്യം. ആ ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ പൊതു ഇടങ്ങളിലെല്ലാം ചർച്ചയാകാറുമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഈ ചോദ്യം നിയമവൃത്തങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ്. ദില്ലി ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയുമെല്ലാം പല തവണ പറഞ്ഞ
വിധിന്യായങ്ങളിലെല്ലാം അത് ഇ ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി കൂടി വന്നതോടുകൂടി ഇ ഡിക്ക് അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ ഇ ഡി സർവ്വശക്തിയും സംഭരിച്ച് മുന്നോട്ട് പോകുന്നു. ECIR രജിസ്റ്റർ ചെയ്ത് റെയ്ഡുകൾ പൂർത്തിയാക്കിയ ഇ ഡി നിർണായകമായ ഈ കേസ് അന്വേഷണത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്യലിൽ വീണ വിജയനും അതുപോലെ തന്നെ CMRLൻ്റെ തലവനായിട്ടുള്ള ശശിധരൻ കർത്തെ അടക്കമുള്ള 9 പേരുണ്ട്. ചോദ്യം ചെയ്യൽ ചില രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ആദായനികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയ വിശദാംശങ്ങളുടെ വളരെ വിശദമായ അന്വേഷണം SFIO നടത്തിയിട്ടുണ്ട്. SFIO ഈ പണമിടപാടുകളെ ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട്. കേവലം 2.78 കോടി രൂപ മാത്രമല്ല, കോടിക്കണക്കിന് രൂപ CMRLും അതുപോലെ തന്നെ പിണറായി വിജയൻ പക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് എന്നാണ് ഈ SFIOയുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നിയമവിരുദ്ധമായ ഒട്ടനവധി സാമ്പത്തിക ഇടപാടുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. SFIO അന്വേഷണത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇ ഡിയുടെ അന്വേഷണം ഇനി മുന്നോട്ട് പോവുക. അതിനുവേണ്ടി കോടതിയുടെ അനുമതിയോടുകൂടി SFIO 134 രേഖകൾ കഴിഞ്ഞ ദിവസം ഇ ഡിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ രേഖകൾ ഇ ഡി വിശദമായി പരിശോധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുക. ഈ 134 രേഖകളിലുള്ള വിവരങ്ങൾ തീർച്ചയായും ഈ ചോദ്യം ചെയ്യലിൽ ഇ ഡി ഉപയോഗിക്കുമ്പോൾ വീണയും കൂട്ടരും വിയർപ്പൊഴുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് കൂടി ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലുണ്ട്. ഇ ഡി ഈ കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് പിണറായി വിജയൻ്റെ വസതി ഉൾപ്പെടെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധന, ആ പരിശോധനയിൽ ലഭിച്ച ചില രേഖകൾ, അതോടൊപ്പം തന്നെ വീണ വിജയൻ്റെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾ, ഇതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഇ ഡിയുടെ മേശപ്പുറത്തുണ്ടാകുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ വീണ വിജയന് എളുപ്പമാവില്ല. ഇ ഡിക്ക് മുന്നിൽ ഉത്തരം മുട്ടിയാൽ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനും എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ സഖാക്കൾ എന്തു ചെയ്യും? അതാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ കാര്യം. കാരണം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പിണറായി വിജയൻ്റെ വസതിയിലുൾപ്പെടെ 12 ഇടങ്ങളിൽ ഇ ഡി നടത്തിയ പരിശോധനയുണ്ടല്ലോ. ഈ പരിശോധനയിൽ അനാവശ്യമായി പാർട്ടി ഇടപെട്ടു, വലിയ രീതിയിൽ പ്രതിഷേധം സൃഷ്ടിച്ചു. വീണ വിജയൻ എന്ന ഒരു സ്വകാര്യ വ്യക്തി, പാർട്ടി അംഗം പോലുമല്ലാത്ത ഒരു സ്വകാര്യ വ്യക്തിക്ക് നേരെയുണ്ടായ ഈ ഇടപെടലിൽ അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ പാർട്ടി അനാവശ്യമായി ഇടപെടുന്നു. തിരുവനന്തപുരത്ത് വലിയ കലാപം സൃഷ്ടിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ തടയുവാനും ആക്രമിക്കാനും പദ്ധതിയിടുന്നു. അവർ ഈ ഒരു പരിശോധന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അവർ ആക്രമിക്കപ്പെടുന്നു. വലിയ ആയുധങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥരെ പാർട്ടി പ്രവർത്തകർ ആക്രമിച്ചത്. വധശ്രമത്തിന് കേസെടുക്കുന്നു. അറസ്റ്റിലായ സഖാക്കളെല്ലാം ജയിലിൽ കിടന്ന് നിലവിളിക്കുകയാണ്. കാരണം സാധാരണ ഒരു സമരം കഴിഞ്ഞ് ഉണ്ടാകുന്ന അറസ്റ്റിനപ്പുറം മറ്റൊന്നും അവർ ഈ കേസിൽ പ്രതീക്ഷിച്ചില്ല. മണിക്കൂറുകൾക്കകം നേതാക്കളെത്തി ജാമ്യത്തിൽ എടുത്ത് പുറത്തേക്കിറക്കുമെന്നും രക്തഹാരമണിയിച്ച് സ്വീകരിക്കുമെന്നുമൊക്കെയാണ് സഖാക്കൾ കണക്ക് കൂട്ടിയത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. കേസ് വേറെയായിപ്പോയി. കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ച കേസിൽ ദീർഘനാൾ, ഇനി മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജയിലുകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള ജയിലുകളിലേക്ക് മാറ്റാനുള്ള സാധ്യതയും അവിടെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സഖാക്കൾ ജയിലിൽ കിടന്ന് നിലവിളി കൂട്ടുമ്പോഴാണ് വീണ വിജയനെതിരെ കൂടുതൽ കടുത്ത നടപടികളുമായി ഇ ഡി മുന്നോട്ട് പോകുന്നത്. ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇ ഡിയുടെ ഓഫീസ് സഖാക്കൾ കത്തിക്കുമോ? ഒരക്ഷരം ആരും മിണ്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അതിൻ്റെ സൂചന നേതാക്കളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ജോൺ ബ്രിട്ടാസ് ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവന മറ്റൊന്നുമല്ല, അതായത് വീണ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും CMRL എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയും തമ്മിലുണ്ടായ ഇടപാടുകൾ, ആ ഇടപാടുകൾക്ക് ആധാരമായ കരാർ, ആ കരാർ വ്യാജമായിരുന്നോ, ഇടപാടുകൾ നിയമവിരുദ്ധമായിരുന്നോ, ഇത് കള്ളപ്പണ ഇടപാടായിരുന്നോ എന്നതെല്ലാം ഉള്ളത് ഒരു തർക്ക വിഷയമാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. നേരത്തെ പാർട്ടിയുടെ നിലപാട് അതായിരുന്നില്ല. ഇതെല്ലാം ബാങ്ക് മുഖേന സ്വീകരിച്ച പണമാണെന്നും ഇതിന് ടാക്സ് അടച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ വീണ വിജയൻ മിടുക്കിയായ ഒരു കുട്ടിയാണ്, ഒരു IT ഡെവലപ്പറാണ്, അതുപോലെ തന്നെ ഒരു സംരംഭകയാണ്. അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ മകൾക്ക് കഴിയില്ലേ? ഇത് തീർത്തും ന്യായമായ നിലപാടായിരുന്നു.
2,78,00,000 രൂപയുടെ ആനുവൽ മെയിൻ്റനൻസ് സേവനം അത് CMRLന് നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് പാർട്ടി എടുത്തിരുന്ന നിലപാട്. പക്ഷേ ഈ കേസിൽ CMRLൻ്റെ ഉദ്യോഗസ്ഥരടക്കം നൽകിയ മൊഴികൾ ഈ പറയുന്ന പാർട്ടി നിലപാടിന് വിരുദ്ധമാണ്. മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ED അന്വേഷണം ഉണ്ടായപ്പോൾ അവിടെ കൈവയ്ക്കാതിരുന്ന പാർട്ടി ഇപ്പോൾ വീണ വിജയനെ രക്ഷിക്കാനായി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അതായത് വീണ വിജയൻ നല്ല കുട്ടിയാണെന്നും വീണ വിജയൻ ഒരിക്കലും കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടില്ലെന്നും ഈ പറയുന്ന 2.78 ലക്ഷം കോടി രൂപ നിയമപരമായി നികുതി ഒടുക്കി കൈപ്പറ്റിയതാണ് എന്നുമൊക്കെയാണ് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്നും പിന്നോക്കം പോവുകയാണ് പാർട്ടി എന്നാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസ്താവന നൽകുന്ന സൂചന. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇത് തർക്ക വിഷയമാണ് എന്ന് തന്നെയാണ്. അതായത് ഈ തർക്ക വിഷയം അതിന്മേലൊരു തീരുമാനമെടുക്കേണ്ടത് മറ്റാരോ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയാണ് എന്ന് പാർട്ടി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പാർട്ടി ഇപ്പോൾ കരുതുന്നു. ED ഓഫീസറെ അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരെ തല്ലിച്ചതയ്ക്കാൻ ഒരുമ്പിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴും അറസ്റ്റ് ചെയ്യാനായി കയ്യാമം തുടച്ച് വൃത്തിയാക്കുമ്പോഴും EDക്കെതിരെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഭയന്ന് വിറയ്ക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാം വിചാരിക്കുന്നത് EDക്ക് ഇപ്പോഴുള്ള ഒരു സംശയം ഈ പറയുന്ന തുക കൈമാറിയത് എന്തെങ്കിലും സേവനം നൽകിയിട്ടാണോ അല്ലയോ എന്നാണ്. ഈ സേവനത്തിൻ്റെ വിവരങ്ങൾ അറിയാനായിരിക്കും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗം എന്നോ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി ഇത് കൈമാറിയത് കള്ളപ്പണം തന്നെയാണ് എന്ന് തെളിവുകളടക്കം EDക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു ചോദ്യം ചെയ്യലിൻ്റെയോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെയോ ഒന്നും ആവശ്യം EDക്ക് ഇക്കാര്യത്തിലില്ല. പക്ഷേ ED ഈ ചോദ്യം ചെയ്യലിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പണം വീണയിൽ നിന്ന് പുറത്തെങ്ങോട്ട് പോയി എന്നതാണ്. അതായത് ഈ 2.78 ലക്ഷം കോടി എന്നാണ് പുറത്ത് പറയുന്നതെങ്കിലും ആ പണം അത്രയുമല്ല, ആ തുക അത്രയുമല്ല. പക്ഷേ ആ തുക എങ്ങോട്ടാണ് പോയത്, എവിടെയൊക്കെയാണ് ഈ പറയുന്ന തുക നിക്ഷേപിച്ചിരിക്കുന്നത്? CMRL നിന്നും എക്സാലോജിക്കിലേക്കും വീണയുടെ അക്കൗണ്ടിലേക്കും PV എന്ന ഷോർട്ട് നെയിമിന് അറിയപ്പെട്ടിരുന്ന ആളുടെ അക്കൗണ്ടിലേക്കും പോയ തുകകൾ ഒരുമിച്ച് കൂട്ടി എവിടേക്കാണ് ഇത് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ ED ശ്രമിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ED നടത്തിയ റെയ്ഡും ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം വിവരങ്ങളുടെ നിർണായകമായ വിവരങ്ങൾ ആ റെയ്ഡിൽ EDക്ക് ലഭിച്ചുവെന്നാണ് സൂചന. ഇത്തരം വിവരങ്ങൾ ED അന്വേഷിക്കുന്നത് സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ തന്നെയാണ്. രാജ്യത്തെ മറ്റൊരു ഏജൻസിക്കും ഇല്ലാത്ത ഒരു അധികാരം ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട്. പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം, അതായത് കള്ളപ്പണത്തിലൂടെ അല്ലെങ്കിൽ കള്ളപ്പണത്തിലൂടെ ഉണ്ടാക്കിയ സമ്പാദ്യം അല്ലെങ്കിൽ സ്വത്ത്, ഇത് കണ്ടുകെട്ടാനുള്ള എല്ലാ അവകാശവും EDക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമക്കേട് നടന്ന തുകയ്ക്ക് സമാനമായ തുകയുടെ സ്വത്തുവകകൾ പിണറായി വിജയൻ്റെയോ വീണയുടെയോ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ നല്ല കാലം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ED അദ്ദേഹത്തിലേക്ക് ഓടിയടുക്കുകയാണ്. സ്വത്തുവകകൾ എത്രയും വേഗം കണ്ടുകെട്ടാനും വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുമായിരിക്കും EDയുടെ അടുത്ത നീക്കം.